ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കൊരു ചെറിയ ഈവനിങ് വാക്ക് പോയിട്ട് വരാം. അങ്ങനെ ഞാൻ ദാ റോട്ടിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്പലത്തിലോട്ട്. ഈവനിങ് ഇതിൽ കൂടെ നടക്കാൻ ഭയങ്കര രസമാണ്. ഒരുപാട് പാടവും കാര്യങ്ങളും ഉണ്ട്, പിന്നെ കുറേ അമ്പലങ്ങളുണ്ട്. ഞാൻ വലിയ കാര്യത്തിന് നേരത്തെ വന്നതാണ് ഗൈസ് അമ്പലത്തേക്ക്. പക്ഷേ എൻ്റെ ഭാഗ്യം കൊണ്ടാണെന്ന് തോന്നുന്നു അമ്പലം ഇന്ന് തുറന്നിട്ടില്ല. എന്ത് കഷ്ടമല്ലേ. ഞാൻ നേരത്തെ എത്തിയോണ്ടാണോ അതോ ഇനി അമ്പലം ഇന്ന് തുറക്കാത്തതാണോ എന്നറിയില്ല. എന്തായാലും എനിക്ക് ആകെ വിഷമമായി പോയി. ഞാൻ ദേവിനെ കണ്ട് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്, നടന്നില്ല. ഓക്കെ, നമുക്കിനി അടുത്ത അമ്പലത്തിലോട്ടൊന്ന് പോയി നോക്കാം. അപ്പോഴേക്കും ഇവിടെ തുറക്കുമോ നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഗൈസ്. ഞാൻ എന്താ അടുത്ത അമ്പലത്തിലോട്ട് നടക്കുകയാണ്. ഇവിടെ എന്തായാലും തുറന്നിട്ടുണ്ടാവും എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അപ്പം എന്തായാലും ഞാൻ അടുത്ത അമ്പലത്തിലോട്ട് നടക്കാം. അപ്പോഴേക്കും മേ ബി ചിലപ്പോൾ ആദ്യം പോയ അമ്പലം തുറന്നിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും റീസൺ കൊണ്ടായിരിക്കും മേ ബി തുറക്കാത്ത. അപ്പം അടുത്തത് ഞാൻ എന്താ പതിയാങ്കുളങ്ങര ദേവീക്ഷേത്രത്തിലോട്ടാണ് നടക്കുന്നത്. ഇതിൽ കൂടെ ഒരു പട്ടി നടന്നു പോകുന്നുണ്ട്. മൈൻഡാക്കണ്ട, കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. എന്തായാലും അമ്പലം അടുത്ത് എത്തിയിട്ടുണ്ട്. ഇൻ കേസ് പട്ടീനെ ഓടിപ്പിച്ചിട്ടാണെങ്കിൽ അമ്പലത്തിനുള്ളിലോട്ട് ഓടി കയറാം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കണത്. നോക്കാം. അപ്പോൾ നമുക്ക് അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡിൽ കൂടെ തന്നെ കയറാം. ഇവിടെ അടച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. അമ്പലം തുറക്കുന്നേ ഉള്ളൂ. ഞാൻ കുറച്ച് നേരത്തെ ആയോ എന്നൊരു സംശയം. അങ്ങനെ ഇത് അമ്പലത്തിലോട്ട് വന്ന് കാലൊക്കെ കഴുകി നമുക്ക് അമ്പലത്തിലോട്ട് കയറാം. അമ്പലത്തിൻ്റെ അവിടെ നല്ല മാങ്ങയൊക്കെ ഉണ്ട്. കുറേ മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ശരിക്കും വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ്. കുറേ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കാറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വെയിലില്ല ഒട്ടും. നല്ല തണലൊക്കെ ഉള്ള ഏരിയയാണ്. എനിക്കിവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി നല്ലൊരു പീസ്ഫുള്ളായൊരു സ്ഥലമാണ്. ഒച്ചയും ബഹളവും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ്. റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്, പക്ഷേ കുറേ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതിറങ്ങി. അമ്പലത്തിൻ്റെ ഉള്ളിൽ ഞാൻ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തില്ല. അമ്പലത്തിൽ നമ്മൾ സമാധാനത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഒക്കെ തൊഴുത് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ പുഷ്പാഞ്ജലിയും കാര്യങ്ങളും കഴിച്ച് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് നടക്കുകയാണ്. തിരിച്ചു പോകുന്ന വഴി നമുക്ക് ആദ്യം കയറി അമ്പലത്തിലൊന്ന് കയറി നോക്കാം. ഇനി തുറന്നിട്ടുണ്ടെങ്കിൽ അവിടെയും കയറി തൊഴുതിട്ട് പോവാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ദിവസം എന്തായാലും അവിടെ പോയിട്ട് തൊഴും. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിനൊരു സമാധാനക്കേടാണ്. അയ്യോ എന്താണാവോ അമ്പലം തുറക്കാത്തത്, ഞാൻ പോയോണ്ടാണ് ഒരു അമ്പലം തുറക്കാത്തത്, അങ്ങനത്തെ ടെൻഷൻ വരും. ആക്ച്വലി വേറെ എന്തെങ്കിലും കാര്യം കൊണ്ടായിരിക്കും തുറക്കാത്തത്. പക്ഷേ എൻ്റെ മനസ്സിൽ ഭയങ്കര ടെൻഷനൊക്കെ വരും. എന്താണാവോ തുറക്കാത്തത്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പം എന്തായാലും നമുക്ക് വീട്ടിലോട്ട് നടക്കാം. അപ്പം ഇനി പോകുന്ന വഴി അമ്പലം തുറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കയറും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരെ വീട്ടിലോട്ട് ഇങ്ങനെ നടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് നടക്കുകയാണ് ഗൈസ്. ഇവിടെ 3 പട്ടികൾ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. 3 പേരും 3 ഡയറക്ഷനിലായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ എങ്ങനെ ഇതിൽ കൂടെ നടക്കും എന്നത് ആലോചിച്ചിരിക്കും. നല്ല പേടിയുണ്ട്. തൽക്കാലം ക്യാമറ ഓഫ് ചെയ്യാം. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട്. ഭാഗ്യം ഗൈസ് എന്നെ പട്ടി കടിച്ചില്ല. ഞാൻ ദൈവത്തെ പ്രാർത്ഥിച്ച് നടക്കുകയായിരുന്നു. പിന്നാലെ ഞാനിങ്ങനെ പതിനെ നടന്നപ്പോൾ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ
ദേവീനെ വിചാരിച്ച് നാമൊക്കെ ചൊല്ലി നടന്നപ്പോൾ വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. പട്ടികളവിടെ വലിയ ശല്യമൊന്നും ഇല്ലാണ്ട് അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നോട് ചേട്ടൻ എപ്പോഴും പറയും ഞാൻ ക്യാമറ നോക്കി സംസാരിക്കുമ്പോൾ കുറച്ച് ആർട്ടിഫിഷ്യലാണെന്ന്. എനിക്കും തോന്നുന്നുണ്ട്. ശരിയാവുമായിരിക്കും പതിയെ. ഭാഗ്യം കഴിച്ച് ഞാൻ തിരിച്ചു വന്നപ്പോൾ തന്നെ അമ്പലം തുറന്നിട്ടുണ്ട്. അങ്ങനെ ഗൈസ് ആദ്യം പോയ അമ്പലത്തിൽ എനിക്ക് പോകാൻ പറ്റി. ഞാൻ കുറച്ച് നേരത്തെ എത്തിയോണ്ടായിരുന്നു. അമ്പലം കുറച്ച് വൈകിയാണ് തുറന്നത്. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. എനിക്ക് നല്ല ടെൻഷനായിരുന്നു. എന്താണാവോ തുറക്കാഞ്ഞേ തൊഴാൻ പറ്റാഞ്ഞേ. അങ്ങനെ ഇപ്പോൾ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വീട്ടിലേക്ക് നടക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പം അതിൻ്റേതായൊരു സ്റ്റാർട്ടിങ് ട്രബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പയ്യെ നമുക്ക് സെറ്റാക്കി വരാം. ഈ പാലത്തിൻ്റെ അവിടെ ഒരു പാലുണ്ട് ഗൈസ്. നമ്മൾ പണ്ടൊക്കെ പറയില്ലേ എന്താ പാലമരത്തിൽ പ്രേതമുണ്ടെന്നൊക്കെ. ഞങ്ങൾ പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പോകുമ്പോൾ നടന്നു പോകുമ്പോൾ പറയുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. പിന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.